സുരക്ഷയല്ല ഏത് അർദ്ധരാത്രിയിലും ഇന്ത്യ ആക്രമിക്കുമെന്ന ഭീതിയേക്കാൾ വലുതായി പാകിസ്ഥാനെ ഗ്രസിച്ചിരിക്കുന്ന മറ്റൊരു കടുത്ത ആശങ്ക. എന്താണ് പാക് സർക്കാരിന് അതിർത്തിക്കപ്പുറത്ത് തലവേദനയായ പുതിയ വിഷയങ്ങൾ ഉയർന്നു വരുന്നത്? ഇൻഡസിൻ കരാർ ഇന്ത്യ മരവിപ്പിച്ചതാണോ? അല്ല, അതിനുമപ്പുറം ജലമാണിപ്പോൾ പാകിസ്ഥാനെ തമ്മിലടിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം. ജലത്തെ വീതം വയ്ക്കുന്നതിനെ ചൊല്ലി പാകിസ്ഥാനുള്ളിൽ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകൾ തമ്മിൽ തർക്കം തുടങ്ങിക്കഴിഞ്ഞു. കലഹം അതിൻ്റെ രൂക്ഷമായ അവസ്ഥയിലാണ്. അതാണിപ്പോൾ പാകിസ്ഥാനിൽ ആഭ്യന്തരമായി ജനതയെ ചേരിതിരിച്ച് ഇളക്കി വിടുന്നത് ഇൻഡസിലെ ജലം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭരണപരമായും രാഷ്ട്രീയപരമായും ഇതിനൊരു പരിഹാരമോ ഉത്തരമോ കണ്ടെത്താനാകാതെ കുഴങ്ങുന്ന അവസ്ഥ പാകിസ്ഥാനിൽ. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കനാൽ പദ്ധതികൾ തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെച്ച് വിഷയത്തിൽ നിന്നും തലയുരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഷാബാസ് ഷെരീഫിൻ്റെ സർക്കാർ. കാരണം ഇന്ത്യയിൽ നിന്നും ഒരു തുള്ളി ജലം പോലും ഇനി കുറച്ചു കാലത്തേക്ക് പാകിസ്ഥാൻ മണ്ണിലേക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ പാകിസ്ഥാനിലെ ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങൾ വറ്റി വരണ്ട് മറ്റ് മരുഭൂമിയെ പോലെയാകാൻ അധിക സമയമൊന്നും വേണ്ട. പൊതുവെ ഒരു കാർഷിക രാജ്യമായി പുറത്തറിയപ്പെടുന്ന പാകിസ്ഥാനിലെ GDP 25% കൃഷി സംഭാവന ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാനിലെ ജനതയ്ക്ക് അത് മതിയാകില്ല. കാരണം അവിടുത്തെ ആഭ്യന്തര ഉൽപ്പാദനം നന്നേ കുറവാണ്. അതുകൊണ്ട് വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നടക്കം ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് ഇപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പാകിസ്ഥാൻ ചെയ്തു വരുന്നത്. ഇന്ത്യ തങ്ങളുടെ തുറമുഖങ്ങളിൽ പാക് കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തിയതോടെ ഇനി പഞ്ചസാര അടക്കം അവശ്യ സാധനങ്ങൾ പാകിസ്ഥാന് അത്ര എളുപ്പത്തിലും വിലക്കുറവിലും ലഭിക്കില്ലെന്നത് ഉറപ്പാണ്. 2023 $9 ബില്യൺ ഭക്ഷ്യ ഇറക്കുമതിയാണ് പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തേക്ക് നടത്തിയതെന്നും കൂടി ഓർക്കണം. തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിന് താങ്ങാനാകുന്നതല്ല. ഇതോടെ പാക് സർക്കാർ എന്ത് ചെയ്തു? ഗ്രീൻ പാകിസ്ഥാൻ ഇനിഷ്യേറ്റീവിന് തുടക്കം കുറിച്ചു. $3 ബില്യൺ പദ്ധതി ചിലവുള്ള പദ്ധതിയാണിത്. വലിയ 6 കനാലുകൾ നിർമ്മിച്ച് പുതിയ വരണ്ട പ്രദേശങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക് സിന്ധ് നദിയിലെ ജലം എത്തിക്കുകയാണ് ആ സർക്കാരിൻ്റെ പദ്ധതിയുടെ ലക്ഷ്യം. എവിടെ നിന്നുമാണ് ഇതിൽ പ്രധാന ജലം വരുന്നതെന്നുള്ളത് പിന്നെ പറയാം. ഈ കനാലിൽ ഒരെണ്ണം ചെന്ന് നിൽക്കുക വരണ്ട പഞ്ചാബ് പ്രവിശ്യയിലെ ചോളിസ്ഥാൻ എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ 90% മരുഭൂമി പ്രദേശമാണ്. ഇന്ത്യയിലെ നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ഉയർന്നു വരുന്ന അധിക ജലം, ഫ്ലഡ് വാട്ടർ, അത് സിന്ധ് നദിയിലൂടെ ഈ അധിക ജലം സിന്ധ് പ്രവിശ്യയ്ക്ക് നൽകാതെ വഴിതിരിച്ചു വിട്ട് പഞ്ചാബ് പ്രവിശ്യയിലെ ഈ ചോളിസ്ഥാനിലടക്കം നൽകി കൃഷി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പാക് സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി. തങ്ങളുടെ സിന്ധ് നദിയിൽ നിന്നും ജലമെടുത്തുകൊണ്ട് പോകുന്നതിൽ പ്രതിഷേധിച്ച് സിന്ധ് പ്രവിശ്യക്കാർ പ്രതിഷേധിച്ചു. സ്വാഭാവികം. പ്രകോപിതരായ സിന്ധ് ജനത തങ്ങളുടെ സിന്ധ് നദിയിൽ നിന്നും പഞ്ചാബിന് കനാലിലൂടെ ജലം നൽകുന്നതിനെതിരെ കടുത്ത പ്രക്ഷോഭമാണ് ഇപ്പോൾ നടത്തുന്നത്. പഞ്ചാബിന് പാക് സർക്കാർ കാട്ടുന്ന ചിറ്റമ്മ നയം, സർക്കാർ നൽകുന്ന അധിക ധനസഹായം, വിഭവങ്ങൾ, എന്ത് കാര്യത്തിലായാലും, സിനിമയുടെ കാര്യത്തിലായാലും സ്പോർട്സിൻ്റെ കാര്യത്തിലായാലും എന്തായാലും പാക് സർക്കാർ പഞ്ചാബ് പ്രവിശ്യയ്ക്ക് ഒരു അധിക പരിഗണന നൽകുന്നുവെന്ന് നേരത്തെ തന്നെ സിന്ധ് പ്രവിശ്യയ്ക്ക് പരാതിയുണ്ട്, പരിഭവമുണ്ട്. അതവർ എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? ഈ കനാൽ, തങ്ങളുടെ ചിലവിൽ ഒരു കനാൽ സിന്ധ് പ്രവിശ്യയിൽ നിന്നും പഞ്ചാബ് പ്രവിശ്യയിലേക്ക് ജലമെത്തിക്കാൻ നിർമ്മിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അവർ പ്രതിഷേധം ശക്തമാക്കി. ദേശീയപാത ഉപരോധിച്ചു, വാഹനങ്ങൾ തടഞ്ഞു, തീയിട്ടു, പലയിടത്തും അക്രമം വ്യാപകമായി അഴിച്ചുവിട്ടു സിന്ധ് പ്രവിശ്യക്കാർ. ഓർക്കണം, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ആസ്ഥാനം സിന്ധ് പ്രവിശ്യയാണ്. പഞ്ചാബ് ആകട്ടെ നവാസ് ഷെരീഫിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനവും. ഈ രണ്ട് പാർട്ടികളും PPPയും മുസ്ലിം ലീഗും രണ്ടും ഇപ്പോൾ ഭരണകക്ഷിയുടെ സഖ്യകക്ഷികളാണ്. ഈ ജലം ഈ രണ്ട് സഖ്യകക്ഷികളെ ഇപ്പോൾ തമ്മിൽ അടുപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയപരമായി PPPയും പാകിസ്ഥാൻ മുസ്ലിം ലീഗും കടുത്ത തർക്കങ്ങളിലാണ്. ഭരണകക്ഷിയിൽ നിന്നും സർക്കാരിൽ നിന്നും തങ്ങൾ പുറത്തു പോകേണ്ടി വരുമെന്ന് PPP സിന്ധിന് വേണ്ടി ഇപ്പോൾ ഭീഷണി മുഴക്കി. ഇതോടെ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫിന് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. തൻ്റെ അഭിമാനമായി മാറേണ്ട ഈ കനാൽ പദ്ധതി തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ത്യയുമായി ഒന്ന് ഉരസിയതിന് കനത്ത വിലയാണപ്പോൾ ഷാബാസ് ഷെരീഫ് ഇതാ നൽകി തുടങ്ങിയിരിക്കുന്നത്. സ്ഥിരമായിട്ടല്ലെങ്കിലും തൽക്കാലത്തേക്ക് ഈ പ്രശ്നമൊന്ന് ഒതുക്കി തീർക്കുന്നത് വരെ കനാൽ നിർമ്മാണവുമായി മുന്നോട്ട് പോകേണ്ട എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ
പഞ്ചാബ് സിന്ധ് തർക്കം തീരണമെങ്കിൽ ഇവിടെ ഇന്ത്യ വിചാരിക്കണം. കാരണം ഇൻഡസ് സിന്ധ് കരാർ ഇന്ത്യ മറന്നു തുടങ്ങി. ആ കനാലിൽ നിന്നും നദിയിൽ നിന്നും ഇനി ഇന്ത്യയിൽ നിന്നും ഒരു തുള്ളി ജലം പാകിസ്ഥാനിലേക്ക് പോകില്ല. അത് ഇനി ഒരു അധിക വെള്ളപ്പൊക്കം വന്നാലും ആ ജലം ഇന്ത്യയിൽ എങ്ങനെ തിരിച്ചുവിടാമെന്നതിനെക്കുറിച്ച് ഇന്ത്യ സർക്കാർ ഇപ്പോഴേ ആലോചനകളും പദ്ധതികളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ മറ്റൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പാകിസ്ഥാനിൽ നീങ്ങുകയാണ്. പാകിസ്ഥാനിലെ 90% കൃഷിക്കും ജലസേചനം നൽകുന്നത് ഇതേ സിന്ധു നദിയാണ്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ജലമാണ്. ഇൻഡസ് സിന്ധ് കരാർ പ്രകാരമാണ്. പാകിസ്ഥാനിലെ 1-2 21 ജലവൈദ്യുത പ്ലാന്റുകൾ പദ്ധതികൾ പ്രവർത്തിക്കുന്നത് ഈ സിന്ധു നദിയിലെ ജലം ഉപയോഗിച്ചാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യ കടുപ്പിച്ചാൽ പാകിസ്ഥാനിലെ വൈദ്യുതി ഉൽപ്പാദനവും സ്വാഹ. ഇതൊക്കെ പഞ്ചാബിന് ഇനി തിരികെ പിടിക്കണമെങ്കിൽ, രാജ്യത്തെ പവർ കട്ടിൽ നിന്നും മോചിപ്പിക്കണമെങ്കിലൊക്കെ ഈ കരാർ റിവോക്ക് ചെയ്യണം, കരാർ വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം. അതിന് പാകിസ്ഥാൻ എന്ത് ചെയ്യണം? ഇന്ത്യയുമായി സന്ധിയിലെത്തണം, ഇന്ത്യയിലൊരു മാപ്പ് പറയണം. ഇന്ത്യയിൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളെ പാകിസ്ഥാൻ കൈയോടെ, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഇടപെട്ട് കൈയോടെ പിടിച്ച് ഇന്ത്യയെ ഏൽപ്പിക്കണം. ഹാഫിസ് സയ്യിദിനടക്കം ഇന്ത്യയെ ഏൽപ്പിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇന്ത്യ മറന്നു തുടങ്ങിയ ഇൻഡസ് സിന്ധ് കരാറിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഇന്ത്യ വീണ്ടും ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഇനി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമായ കാർഷിക വിളകളും മറ്റ് സമ്പദ് വ്യവസ്ഥയുമൊക്കെ പാകിസ്ഥാൻ തിരിച്ചു പിടിക്കണമെങ്കിൽ അധിക പണം മുടക്കണം, അധിക സമയം വേണ്ടിവരും, വർഷങ്ങൾ തന്നെ വേണ്ടിവരും. സാമ്പത്തിക തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇതൊക്കെ ഇനി കിട്ടാക്കനിയും സ്വപ്നവും മാത്രമായിരിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെ പാകിസ്ഥാന് ഇതൊക്കെ സൈനിക നീക്കങ്ങൾക്ക് പുറമേയുള്ള പുതിയ പ്രതിസന്ധികളാണ്. പട്ടിണിയിലേക്ക് നീങ്ങുന്നതിൻ്റെ സ്വന്തം ജനതയ്ക്ക് അന്നന്നത്തേക്കുള്ള ആഹാരത്തിന് വക കണ്ടെത്തിയിട്ട് വേണം ഇന്ത്യയുമായി ഒരു സൈനിക കോപ്പുകൂട്ടലിനിറങ്ങാനെന്ന് പാക് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തിയെടുക്കാൻ ഇതിലും വലിയ തെളിവുകളോ നടപടികളോ സാഹചര്യങ്ങളോ ഒന്നുമില്ല ആ രാജ്യത്തിനുള്ളിൽ. അതെങ്കിലും പാകിസ്ഥാൻ ഇനിയെങ്കിലും ഒന്ന് ഓർക്കണം. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഇൻഡസ് സിന്ധ് കരാർ തന്നെയാണ്. ആ കരാറിൽ തൊട്ടോ അന്നു മുതൽ പാകിസ്ഥാൻ്റെ അവസാനമാണെന്ന് ഓർത്തോണം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.